ഹലോ ഡിയേഴ്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മളൊരു ഫുൾ ചിക്കൻ തന്തൂരി ഉണ്ടാക്കാൻ പോവുകയാണ്. അതും നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഒരുപോലെ വീട്ടിലുണ്ടാക്കി നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കോഴി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 2 കിലോ അടുത്ത് വരുന്ന കോഴിയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കഴിയുന്നതും ഒരുപാട് വെയിറ്റുള്ള വലിയ കോഴി എടുക്കാണ്ട് ഒരു മീഡിയം സൈസിലുള്ള കോഴി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്കിപ്പോൾ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള കോഴിയാണ് കൊണ്ടുതന്നത്. ഏറ്റവും നല്ലത് നമുക്ക് 1 കിലോ താഴെയുള്ള ചിക്കനാണ് ഇങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് കുറച്ച് വലിയ കോഴിയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൊത്തമായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ നല്ല ആഴത്തിൽ തന്നെ നല്ല ഡീപ്പായിട്ട് വരഞ്ഞു കൊടുക്കുക. കാരണം നമുക്ക് മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ വരഞ്ഞു കൊടുക്കണം. അപ്പം ഞാനത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. 2 സൈഡും നന്നായിട്ട് തന്നെ വരഞ്ഞു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കനിലേക്ക് കുറച്ച് നാരങ്ങാനീര് തേച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാരങ്ങാനീര് മാത്രമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല. നമ്മൾ ഈ ഒരു ഇങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉപ്പ് കൂടുതലും കുറവൊക്കെ ആയിപ്പോവും. ഞാൻ മസാലയിലാണ് ഉപ്പ് ചേർക്കുന്നത്. മുഴുവനായിട്ടുള്ള ഉപ്പും മസാലയിൽ ചേർത്തിട്ടാണ് തേച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഒരു നാരങ്ങയുടെ നീര് ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ്. നമ്മൾ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആവാനും പെട്ടെന്ന് വെന്ത് വരാനും നല്ല ടേസ്റ്റും ഉണ്ടാവും ചിക്കനിൽ നമ്മളിങ്ങനെ നാരങ്ങാനീര് തേച്ച് വെക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫസ്റ്റ് നമ്മളെ മാരിനേഷൻ കഴിഞ്ഞു. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനുള്ള ബാക്കിയുള്ള മസാലക്കൂട്ടുകൾ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് എരിവുള്ള മുളക് പൊടിയും ചേർക്കാം. ഇനി നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ ഈ ഒരു കോഴിയുടെ കണക്കിലാണ് ഇപ്പം മസാലകളൊക്കെ പറയുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു ഉണ്ട വെളുത്തുള്ളി അല്ലിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് ചേർക്കാം. കുറച്ച് പെരിഞ്ജീരകവും ചെറിയ ജീരകവും 2 മിക്സ് ചെയ്ത് ചേർക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ സംഭവങ്ങളും ചേർത്തു. അവസാനം കുറച്ച് ഗരം മസാലപ്പൊടി കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ തൈര് നേരത്തെ തന്നെ അരിപ്പയിലിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് എടുക്കുന്നത്. മാക്സിമം വെള്ളം കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കുക, അല്ലെങ്കിൽ മസാല വല്ലാണ്ട് ലൂസായി പോകും നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് എപ്പോഴും നമുക്ക് മസാല വായിൽ വെച്ച് നോക്കുമ്പോൾ ഒരു പിടി മേലെ നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ഉണ്ടാവണം. എന്നാലേ നമ്മൾ ചിക്കനിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വരുമ്പോഴേക്കും ഉപ്പ് പാകത്തിന് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ആവശ്യത്തിന് ചേർക്കാം. നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ചിക്കൻ മാരിനേറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ റെഡ് കളർ ചേർക്കാം. ഞാനിപ്പോൾ കളറൊന്നും ചേർക്കുന്നില്ല. അതിലേക്ക് ചേർത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ്, അതായത് ഉലുവ ചപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. നാരങ്ങാനീര് തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. ഇനി നമ്മൾ ഈ മസാല ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എത്രയും നന്നായിട്ട് നമുക്ക് ചിക്കൻ്റെ ഉള്ളിലൊക്കെ ഈ ഒരു മസാല ആക്കാൻ പറ്റും ആ ഒരു ഇതിൽ തന്നെ ചെയ്യാം. നമ്മൾ ആ വരഞ്ഞിട്ടുള്ള ആ ഒരു ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ചിക്കനിലേക്ക് മസാല പിടിക്കുകയുള്ളൂ. നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഇതുപോലെ മസാല തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഞാനിത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് നമ്മൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഏറ്റവും നല്ലത് നമ്മൾ ഇതുപോലെയുള്ള തന്തൂരിയോ അല്ലെങ്കിൽ ഫ്രൈയോ എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ എപ്പോഴാണ് ആവശ്യം അതിൻ്റെ തലേന്ന് നമ്മളിത് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാലേ നമുക്ക് ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. ഞാനിപ്പോൾ രാത്രിയാണ് ചെയ്യുന്നത്. പിറ്റേന്ന് ഉച്ചയ്ക്കാണ് നമ്മൾ തന്തൂരി ഉണ്ടാക്കാനും പോകുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പാത്രത്തിൽ വെച്ചിട്ട് അടച്ച് വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുക, ഫ്രീസറിൽ വെക്കേണ്ട, താഴെ വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഒരു 6 മണിക്കൂർ കുറഞ്ഞത് എന്തായാലും മസാല തേച്ച് വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിത് ഓവർനൈറ്റ് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ നാളെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കാണാം. അങ്ങനെ ഞാൻ രാത്രിയാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത്. പിറ്റേ ദിവസം ഉച്ചയായി. അത്രയും സമയം നമ്മൾ ചിക്കൻ നന്നായിട്ട് മസാല പിടിച്ചിട്ടിരിക്കുന്നുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുക്കറാണ്. നമ്മൾ കുക്കറിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വണ്ണമുള്ള കുക്കർ എടുക്കുക. നമ്മൾ ചിക്കൻ്റെ വലുപ്പം നോക്കിയിട്ടുള്ള കുക്കർ എടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ചെറിയൊരു നമ്മളെ ലഞ്ച് ബോക്സിൻ്റെ അടപ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് നമ്മൾ ചിക്കൻ വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനാണിത്. ഇനി നമുക്ക് ചിക്കൻ നേരെ നമ്മളെ കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കുക്കർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആവശ്യത്തിന് വലുപ്പമുള്ള കുക്കറായിരിക്കണം. ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കുറച്ച് ചെറിയ ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും.
അപ്പോൾ ഞാൻ കുക്കറിലേക്ക് വെച്ചു. അപ്പോൾ നമ്മളിതിൽ കുക്കറിൻ്റെ വിസിലോ അതിൻ്റെ വാഷറോ ഒന്നും നമ്മളിതിൽ ഇടുന്നില്ല. വെറും ജസ്റ്റ് ആ മൂടി മാത്രം വെച്ച് അടക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ തീ കത്തിച്ച് കൊടുക്കുക. ആദ്യത്തെ 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് നമ്മൾ ആവി വരുന്ന സമയത്ത് നമുക്ക് തീ ഏറ്റവും കുറച്ച് വെച്ച് നമ്മളൊരു 15 to 20 മിനിറ്റ് ചിക്കൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ചിക്കൻ്റെ വേവാനുള്ള സമയവും കാര്യങ്ങളൊക്കെ എടുക്കും. ഞാൻ മാക്സിമം പറഞ്ഞത് 15 മിനിറ്റ് ആണ്. കുറച്ച് വലിയ ചിക്കനാണ്. 20 മിനിറ്റിന് ശേഷം നമ്മൾ കുക്കർ തുറക്കാൻ പോവാണ്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്തുടഞ്ഞു പോകരുത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടയ്ക്കൊന്ന് നിങ്ങൾ വേണമെങ്കിൽ തുറന്ന് നോക്കിക്കോ. ചില ചിക്കൻ പെട്ടെന്ന് വേവും. അപ്പോൾ അത് നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ പാത്രം വെച്ചതുകൊണ്ട് ചിക്കൻ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളമായിട്ടില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഗ്രില്ലിൻ്റെ ആ ഒരു സ്റ്റൈലിലാക്കി എടുക്കണമല്ലോ. ഇതിപ്പോൾ നമുക്ക് സാധാരണ ചിക്കൻ പോലെയാണുള്ളത്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അത് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദോശക്കല്ലിലേക്ക് കുറച്ച് ബട്ടറാണ് അത് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ വെച്ചതിന് ശേഷം ഉരുകിയതിന് ശേഷം അതിലേക്ക് നമുക്ക് വേവിച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഈ ചിക്കൻ ഇപ്പോൾ ഒരുപാട് വെന്ത് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഉടഞ്ഞൊന്നും പോകുന്നില്ല. കറക്റ്റ് പാകത്തിന് നമുക്കിങ്ങനെ ഇതുപോലെ എടുത്ത് വെക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പാകത്തിൽ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ദോശക്കല്ലില്ലെങ്കിൽ നമ്മൾ ഗ്യാസിലൊക്കെ വെച്ച് ചെയ്യുന്ന ഗ്രില്ലർ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതിലും ചെയ്യാം. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ചീത്തയായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിൽ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. ഗ്രില്ലറിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ നമ്മൾ ദോശക്കല്ലിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി നമ്മൾ കൂടുതലായിട്ട് വേവിക്കൊന്നും ചെയ്യേണ്ടത് ഓൾറെഡി വെന്ത സാധനമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഗ്രില്ലിൻ്റെ ഒരു പരുവത്തിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ച് വിട്ടിട്ട് ജസ്റ്റ് വേഗം നമ്മളിതൊന്ന് കളറൊന്ന് മാറ്റിയെടുക്കുക. ബട്ടർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കുമേ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാത്തതുകൊണ്ട് നമുക്കിങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഒരു കുക്കറിലിടുന്നതുകൊണ്ട് തന്നെ വെന്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് നോക്കുക ചിക്കൻ വെന്തിട്ടുണ്ടെന്ന്. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വെക്കുക. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ തന്തൂരിയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കഷ്ണം ചാർക്കോളൊന്ന് തീയിൽ കത്തിച്ചെടുക്കുക. എന്നാലേ നമുക്ക് ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുമ്പത്തെ റെസിപ്പി ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ ചാർക്കോൾ നന്നായിട്ട് കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊരു ചെറിയൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലോ പാത്രത്തിലോ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ആ ഒരു ചിക്കൻ വെച്ച പാത്രത്തിനുള്ളിൽ വെക്കുക. ഇനി നമ്മളിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നല്ല ഒരു സ്മോക്ക് വരും. ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ അടച്ച് വെച്ചേക്കുക. ഒട്ടും പുക പുറത്തു പോകാത്ത രീതിയിൽ നമ്മളിത് കവർ ചെയ്ത് വെക്കണം. അപ്പം ആ ഒരു ചാർക്കോളിൻ്റെ ആ ഒരു എന്താ പറയുക സ്മോക്ക് നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ച് നല്ല ഒരു നമുക്ക് ശരിക്കും ആ ഒരു തന്തൂരിയുടെ ടേസ്റ്റ് ഫ്ലേവർ നമുക്ക് ഈ ഒരു ചിക്കനിൽ കിട്ടും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ തന്തൂരി അടുപ്പിൽ വെച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഒരു 3-4 മിനിറ്റിന് ശേഷം നമ്മൾ പുകയൊക്കെ പോയതിന് ശേഷം പാത്രം തുറക്കുക. നമ്മൾ ചാർക്കോൾ എടുത്ത് മാറ്റുക. ഇപ്പം നമ്മൾ തന്തൂരി ചിക്കൻ ഇവിടെ റെഡിയായി. ഇത് നമുക്ക് സേവ് ചെയ്യുന്നൊരു പാത്രത്തിലേക്ക് മാറ്റും. അപ്പോൾ അതാ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർ ആദ്യം തന്നെ ചെറിയ ചിക്കൻ വാങ്ങിക്കുക. ഒരു 800 ഗ്രാമൊക്കെ ഉള്ള ചിക്കൻ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ ചെയ്ത് കൊടുക്കാൻ പറ്റിയ പൊളി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്